കിട്ടും കിട്ടി മണ്ഡലത്തിക്കാണ് നിങ്ങള് നല്ല രസമുണ്ടല്ലോ അവര് ഇതാണ് എക്കിനോ റോളർ കോസ്റ്റർ തിരിഞ്ഞു വരും ഇത്ര ഉള്ളത് അങ്ങനെ പോകും വരും ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ സംഭവം വന്നിട്ട് ഓഫീസിൽ നിന്ന് ട്രിപ്പ് പോവാണ്. ട്രിപ്പ് വേറെ എങ്ങോട്ടും അല്ല, ജസ്റ്റ് വൺ ആൻഡ് ഓൺലി വണ്ടർല, കൊച്ചി വണ്ടർലയിലേക്കാണ് നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതാ രാവിലെ ഒരു 4 മണിയാകുമ്പോൾ ജസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തിയിട്ട് ബസ്സിലേക്ക് ആൾക്കാർ കയറുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇനി കാണാം. ഓക്കെ, വണ്ടികൾ റെഡി ആയിരുന്നത് ഇതും ആ ഒരു ബസ്സാണ് പോകുന്നത്. ഇത് മതി, ഈ ഒരു KSRTC ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു അല്ലേ. ഇന്ന് ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ മൊത്തം ഇദ്ദേഹത്തിന് ശരിയാണ്. ഇതാ ഒന്ന് ഈനാളതാ ഒരു മാരില്ലേ കിട്ടി സാധനം കിട്ടിയിട്ടുണ്ട്. ഹാരുണെ, എന്താ ഈ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്? വളരെ മികച്ച ടൂറാണ്. വ്ളോഗിൽ വരുന്നു. നിങ്ങൾക്ക് എന്താ പറയണ? റോബിൻഹുഡ് നല്ല രസമുണ്ട്. ഇത് നിങ്ങളൊരു റെസ്പോൺസ്. എടാ എന്താടാ ഇറങ്ങി
Wonderla, going Wonderla. This is our upper bus, second bus. They were going. Bus in
ബസ്സിന് പൊളിക്കാണ്. మనుషుల తోలం వచ్చి మేళం కట్టి నాకు ముఖే మాడిసత మనుషుల తోలం వచ్చి మేళం కట్టి నాకు ముఖే ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറേ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രോ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി നമ്മൾ ചിക്കൻ 7:30 8 മണിയാകുമ്പോൾ കറക്റ്റായി ഷാർപ്പ് 8 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തുന്നതാണ് നമ്മുടെ ഹാറൂൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാലിക്കറ്റ് ഹാറൂൺ അല്ല, കോഴിക്കോട് ഹാറൂണല്ല, ഇവിടെ കൊച്ചി ഹാറൂൺ. കോട്ടയിലുള്ള ആ കൊച്ചി ഹാറൂൺ, കൊച്ചി പാലാരിവട്ട ഹാറൂൺ. ഇത് നമ്മൾ ചെറുതായിട്ട് എൻ്റെ ഫോൺ ചാർജ് ചെയ്തപ്പോൾ ഹാറൂണിൻ്റെ അടുത്ത് ഫോൺ അയച്ചിരിക്കുക. S24 എച്ചിനോസ് ചിപ്സെറ്റിൻ്റെ ഏതാണ് S24 ആണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ S24 ഉണ്ടാവും, S23 ഉണ്ടാവും, iPhone 16 ഉണ്ടാവും, iPhone 16 Pro എല്ലാം ഉണ്ടാവും. എല്ലാത്തിനും വിഷ്വൽസും കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ സംഭവം വന്നിട്ട് ഹാറൂണ് വണ്ടർലിത്തെ എല്ലാ റൈഡും കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ. 4 പ്രാവശ്യം പോയിട്ടില്ലേ. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ വേണമെങ്കിൽ പറയാം, ഫുള്ള് റൈഡിൽ ഞാൻ കയറും. ഈ നജീബ് വേണമെങ്കിൽ എഴുതി വെച്ചോളെ, മാർക്ക് മൈ വേർഡ്. ആശകൾ തൻ മൺതോണിയുമായി തുടങ്ങകലെ പോയിടാ എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാതുള്ളു നീരാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നുമെന്നും ഒരു പുഴയാ എപ്പോത് അപ്പോൾ ദിസ് ഈസ് അവർ ബസ് ബ്യൂട്ടി. ഹാറൂണെ എന്താ പറയാനുള്ളത് ഈ ഒരു നിമിഷത്തിൽ? നിനക്ക് എന്താ പറയാനുള്ളത്? എന്നെ എടുക്കും, ഇങ്ങനെ എടുക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ നടക്കെങ്ങനെ നടന്നോ? നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ പമ്പാണ്. ജസ്റ്റ് വാഷ്റൂം ഫോർ ഞാൻ പോയിട്ട് വരാം. ഗൈസ് സംഭവം വന്നിട്ട് നിയാസ്ക അവിടെ നിൽക്കുന്നുണ്ട്. അവൻ്റെ ചെരുപ്പ് ഞാൻ അടിച്ചു മാറ്റിയിരിക്കണം. സൂപ്പർ TL കണ്ണാടി ഇടാണ്ട് TL, പക്ഷെ ഇന്ന് ചെരുപ്പ് മാറ്റിയിട്ടുണ്ട്. നല്ല ചെരുപ്പ് നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മളുടെ ബസ്. അപ്പോൾ അവിടെ ഒരാളുണ്ട്, നിയാസ്ക. എടാ നീ ഇങ്ങോട്ട് ഇൻട്രോ എടുക്കണം വാ. ഇത് ഈ വിഷ്വൽസ് കാണുന്നത് iPhone 16 ആണ്. എടാ കൊള്ളടാ അത്. ഇവിടെ നിൽക്ക് ഇൻട്രോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാണ് നമ്മുടെ TL എന്ന് പറയുന്നത്. നമ്മൾ നല്ലൊരു TL ഉള്ളത് കൊണ്ടാണ് നമ്മൾ 50% ടാർഗറ്റ് അച്ചീവ് ചെയ്യാതെ പോലും ചെയ്തിട്ടാണ്
ചെയ്യാതെ പോലും നമ്മൾക്ക് ട്രിപ്പിന് അപ്പൊ വലിയൊരു താങ്ക്സ് പറയുന്നു. നന്ദി. ഇതാണ് നമ്മളെ ബസ്. ബ്യൂട്ടി ബോൺ ടു എക്സ്പ്ലോർ ദ വേൾഡ്. അവർ മെയിൻ ഗൈസ് നമ്മൾ ഈ ട്രിപ്പ് നടക്കാൻ കാരണം ഇവരാണ്. ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഈ ഫുഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? പറയും കഴിക്കണം. നല്ല ടേസ്റ്റ്. നിങ്ങൾ പറയും നല്ല ടേസ്റ്റ്. പാലക്കാടിന്റെ ഡെപ്സി. ഇത് ശരിക്കും ഈ സൈഡിൽ നിന്ന് ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. ഗൈസ് അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോവാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നമ്മുടെ ബസ്സിൽ കയറുക, വണ്ടറിലേക്ക് പോവാം. ഇങ്ങനൊരു 10 കിലോമീറ്റർ മാത്രമാണ്. ഫുള്ള് റൈഡിങ് നമ്മൾ സ്കൂളിലേക്ക് ഗൈസ്. അപ്പൊ ഫൈനലി നമ്മള് ഇവിടെ വണ്ടറിൽ എത്തിയിരിക്കണം. അപ്പൊ നമ്മുടെ ചെക്കൻ സൈലൻസ് സ്ക്വാഡിന്റെ ക്യാപ്റ്റൻ ഇത് നോക്ക്, വിവേക് ഇവിയൻ. ഇത് നോക്ക്, പേരൊക്കെ എവിടെയെങ്കിലും തൊലഞ്ഞു പോയി എന്ന് പറഞ്ഞാല് ഇയാളെ നമ്മള് വണ്ടറിൽ എത്തിയിരിക്കുകയാണ്. ഇനി നേരെ പോയി റൈഡിൽ കയറാം, അത്രേ ഉള്ളൂ. ഫുൾ റൈഡിൽ ഞാൻ കയറും പറയണം. ഫുൾ റൈഡിൽ ഞാൻ ഫുള്ളായിട്ട് കയറും അല്ലേ. നമ്മൾ എത്തിയതോ ഒടുക്കത്തെ തിരക്കാണ്. മൊത്തം സ്കൂൾ പിള്ളേരാണ്. ഫിലിപ്പീൻസിലാണ്. വണ്ടറിലെത്തിക്കാണ്. എടാ 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 പോരെ, സൂപ്പറാടാ നീ. എടാ അപ്പൊ ഞാനോ ഇതാ നിങ്ങള്. ഇതിൽ നമ്മള് വണ്ടറിലെത്തിയിരിക്കുകയാണ്. ദിസ് ഇസ് അവർ ഓൾ ടീം. ദിസ് ഇസ് നിയാസ് എക്കി. വി ഹാവ് വാച്ച്ഡ് വണ്ടർലാൻഡ്. ഏതൊക്കെ റൈഡിൽ ആരൊക്കെ കയറും പറ. ഏതൊക്കെ റൈഡിൽ ആരൊക്കെ കയറുമെന്ന് ധൈര്യമുള്ളവർ എല്ലാ റൈഡിലും പറഞ്ഞോളൂ. എല്ലാ റൈഡിലും കയറുമോ? ഇതാട്ടോ ഇയാളെ നോട്ട് ചെയ്ത് വെച്ച് ഇയാൾ. നിങ്ങളോ? നിങ്ങൾ ഓൾറെഡി പോയാൽ നിങ്ങൾ കയറും. നീയോ? എല്ലാത്തിലും കയറും. പിന്നെ ഇവിടെ എന്താ ഈ ചെക്കൻ 4 വർഷമായിട്ട് പോയാ. നിങ്ങള് ശ്രീകൃഷ്ണ ഏത് റൈഡ്? റൈഡ് ഗൈസ്. അപ്പൊ ഫൈനലി നമ്മള് ഉള്ളിലെത്തിയിരിക്കുകയാണ്. ഒരു സ്റ്റെപ്പ്. എടാ ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ നിൽക്കാം. ഞാനൊരു വ്ളോഗിൽ ഇങ്ങനെ പറയാം. ഗൈസ് ഈ ചെക്കൻ മെയിനാണ്. വണ്ടർലയാണ്. അപ്പൊ നമ്മൾ റൈഡ് ഫുൾ റൈഡ് കയറുന്ന ഞാൻ ഏക്കയ്ക്ക് വാക്ക് കൊടുത്തു. നിങ്ങളെ നമ്മുടെ വ്ളോഗിൽ വരുന്നത്. അപ്പൊ എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത്? ഇൻവേർട്ടർ സാലിബ ഗൈസ് കാല് കേടുവന്നു ഗൈസ്. റെക്കോർഡ് പറയുമ്പോഴൊക്കെ അതായത് എല്ലാ റൈഡിലും കയറാന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇപ്പൊ കാല് കേടുവന്നു ഗൈസ്. അയ്യോ 5x നല്ലോണ്ട് ഓരോരോ കാരണങ്ങൾ പറയാം ഗൈസ് കേറാണ്ടിരിക്കാൻ വേണ്ടിട്ട്. റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നേരെ പോവുക, ഓരോ റൈഡിലായിട്ട് കയറാം. ഫസ്റ്റ് തന്നെ ഞങ്ങൾ തുടക്കത് മറ്റേ എക്സിനോസ് അങ്ങനെ എന്ത് സാധനം ഉണ്ടോ അറിയാം എനിക്ക്. ദിസ് ഇസ് അവർ കോസ്റ്റ്യൂം നമ്പർ 1. നമുക്ക് ചെറുതിൽ നിന്ന് തുടങ്ങാന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ഇത് എന്താ റൈഡ്? ടെർമൈറ്റ് കോസ്റ്ററാ. നമ്മുടെ സിമ്പിൾ റൈഡ്, ഫസ്റ്റ് റൈഡ്. ഇതെന്താ ഇതിന്റെ പേര് പറ? സിമ്പിൾ റൈഡ്. യെസ്. ഇവിടെ സ്പീഡാന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ ഇത് കെത്തുന്നു ഫസ്റ്റ് റൈഡ്. ഇത് വലിയ കാര്യമൊന്നുമില്ല തോന്നുന്നല്ലേ? അല്ലേ? കാര്യമില്ലേ? ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ റിവ്യൂ നമ്മൾ പറയും. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൈഡ് കഴിഞ്ഞു. സിമ്പിൾ റൈഡ് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ റൈഡ്. ഏറ്റവും സിമ്പിൾ റൈഡ് തന്നെയാണ് സംഭവം. ഉണ്ടോ ഈ റൈഡിലാണ് എന്നെ അടുത്ത് കയറാൻ പോകുന്നത്. എനിക്കറിയാൻ പാടില്ല ഇതെന്താ അവസ്ഥ എന്നറിയില്ല. എയർ റൈസ്. ഇതാണ് എയർ റൈസ് എന്നാണ് പേര്. ഞാനില്ലേട്ടാ, ഞാൻ പോവാ, വീട്ടിൽ പോവാ. എയർ റൈസ്
സംഭവം അടുത്ത് നമ്മളാണ്. ഇത് വലിയ കാര്യമൊന്നുമില്ല സംഭവം. ലൈവ് 512 GB സ്റ്റോറേജിലാണ് ഇവർ പറയുന്നത്. ഇത് കാണുമ്പോ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, ചത്തു പോണ പോലെ. അവരൊക്കെ പോയത്, നമ്മളുടെ ടീമൊക്കെ പോയത്. സംഭവം വന്നിട്ട് നമ്മളിതിൽ കയറിയിട്ടുണ്ട്. ഇതിപ്പോ അടയും, ഇത് അടയുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ റിവ്യൂ പറയും. പറഞ്ഞോ. വെള്ളം എന്തെങ്കിലും വാങ്ങിച്ചാലോ? ഇപ്പൊ വെള്ളം വേണ്ട, ഇപ്പൊ വയറ് കൊടുത്തു. വയറ് കൊടുത്തു. പറഞ്ഞോ. ഗൈസ്, അപ്പൊ നമ്മള് എയർ റൈസ് എന്നുള്ള ഇതിൽ കയറിയിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എന്താ പറയാ, മുകളിലേക്ക് പോകുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് കണ്ണടിച്ചാൽ മതി, അത് കുഴപ്പമില്ല. ഇനി അടുത്ത റൈഡില് റൈഡ് നമ്പർ 3 മാവറിക്. ഇതൊക്കെ എന്നെ ഒരാളാണ് കൂട്ടിയിട്ട് വരുന്നത്. അയാളിനെ എന്റെ കയ്യിൽ കിട്ടിയാലിട്ടല്ലോ. കാണിച്ചതാ ഒക്കെ ചത്തുപോയി. ഇത് കൊള്ളാലോ കളി. ഗൈസ്, രണ്ടുപേരും മയങ്ങിയിരിക്കുകയാണ്. അത് കുഴപ്പമില്ല. നമ്മൾ എന്തായാലും അത് സിസ്റ്റമാറ്റിക് വേ ആയതുകൊണ്ട് നിർത്തുമ്പോഴേ നിർത്തുള്ളൂ. അങ്ങനെ നിർത്താൻ പറ്റൂല. തലകുത്തരായി നിർത്തട്ടേ ഉള്ളൂ. ഇങ്ങനെ എല്ലാവരുടെ റിയാക്ഷൻ കാണിച്ചതാ. സംഭവം സീനൊന്നും ഇല്ല, സിമ്പിളാണ്. ഇങ്ങനെ 2 റൗണ്ട് ചിരിയും താഴെ ചെറുതായി മരിച്ചു പോകും, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. അതായത് പൈസ കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിനെ വാങ്ങിക്കാന്ന് പറയില്ലേ, അതാണ് ഈ വണ്ടർലയിൽ വന്നാലും സംഭവം. അപ്പൊ ഞാൻ ഈ മാവറിക്കുന്നുള്ളത് അങ്ങനെ തിരിക്കും. ഈ സംഭവത്തിൽ കയറി ഇങ്ങനെ പക്ഷെ കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമില്ല. തല കറങ്ങണ പോലെ ഉണ്ട്, അത്രേ ഉള്ളൂ. സീറ്റ് നമ്പർ 4 റീകോയില്, മറ്റേ സാധനം. നമ്പർ 4 ഇതാണ്, അതായത് റോളർ കോസ്റ്റർ റീകോയിൽ, ഇതാണ് അതിന്റെ പേര്. ഓക്കെ, പോവാം. റോളർ കോസ്റ്റർ റൈഡ് നമ്പർ 4. ഇതിനൊക്കെ ഇപ്പൊ ബാക്കിൽ കൂടെ വരും ഒരു സംഭവം. നോക്കോ, തിരിഞ്ഞു വരും. അറിയുള്ളൂ, പക്ഷെ പെട്ടെന്ന് തീരും. കാല് നോക്കണ്ട. 5X ആക്കിക്കാം. ഏതായാലും 5X വന്നല്ലോ, 2X ആണ് ഗൈസ്. അപ്പോൾ ഞാൻ കയറിയതിപ്പോൾ 4 റൈഡ്. അതാ ഈ ഒരു ഉള്ളിൽ ഏറ്റവും ബെറ്റർ ഇതാണ്. ഞാനിങ്ങനെ പോയി ഇങ്ങനെ ബാക്ക് തിരിച്ചു വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത സാധനം, കണ്ടടിച്ചിരുന്നാൽ മതി. പക്ഷെ കുറച്ച് റെസ്റ്റ് വേണം. ഇനി അടുത്ത റൈഡിൽ കയറാൻ കുറച്ച് റെസ്റ്റ് വേണം. കാരണം അമ്മാതിരി ഒരു സാധനമാണിത്. വെറുത്ത് പൈസ കൊടുത്തിട്ട് കയറാൻ പറ്റിയ സിമ്പിൾ റൈഡ് ഓഫ് ദി ഇയർ. ഇത് വലിയ കാര്യമില്ല, സംഭവം സിമ്പിള്. എടി കുഴപ്പമൊന്നുമില്ല, ചെറുതെ തെറിച്ചു പോകുന്നേ ഉള്ളൂ. മോളിൽ പറ്റിട്ട് ഇത്ര ഉള്ളതാ. ഇങ്ങനെ പോകും വരും. ദേ പോയി ഇത് മാത്രം കംപ്ലൈന്റ് ആണെന്ന് പറയണ്ടായിരുന്നു. ഈ സംഭവം മാത്രം കംപ്ലൈന്റ് ആണെന്ന്. അത് മാത്രം കംപ്ലൈന്റ് ആണ്. എന്തോ സ്വിച്ച് എന്താ കംപ്ലൈന്റ് ആണ്. സംഭവം ചങ്ക് ചക്രം പോലെ ഉണ്ടല്ലേ, നല്ല രസമുണ്ടല്ലോ. വരി ഇതാണ് എക്കിനോ.
എടി ഇതില് ഇതിലവര് കയറി. വാവ്. ഇപ്പൊ നമ്മൾ ടോട്ടലി ഒരു 6 റൈഡിൽ കയറിയിട്ടുണ്ട്. റൈഡൊന്നും വലിയ കാര്യമൊന്നുമില്ല എല്ലാം പക്ഷേ നമുക്ക് നോർമൽ തലവേദന അത്രേ ഉള്ളൂ. ഇനി വാട്ടർ റൈഡിൽ കയറാം, ബാക്കിയുള്ളതിലൊന്നും കയറില്ല. ഈ വണ്ടർലയുടെ ഉള്ളിൽ നിന്ന് ബിരിയാണി പറഞ്ഞിരിക്കുക. ഒരു ബിരിയാണിക്ക് 360 രൂപ. 360 ബിരിയാണിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പറയും. ഞാൻ ഒന്നുണ്ടോ 360 ബിരിയാണിൻ്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞു. 2 പേര് ഷെയർ ഇട്ട് കുഴപ്പമില്ല. ഞാൻ നിറയെ പൈസ ബിരിയാണി കൊണ്ടുവരുന്ന ഒരു ഫോട്ടോ. ഇതാണ് നമ്മുടെ ഇവിടെ 360 ബിരിയാണി വണ്ടർലത്തെ. കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് പറയാം. സംഭവം ഫുഡ് 360 ഉറുപ്പിൻ്റെ ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. പെപ്സിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 150 ഉറുപ്പിക്ക് I will show you the water wine. ഇപ്പോൾ വരും Wow. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ഉണ്ട് ഇതാ.
എത്ര രൂപ? നമ്മളുടെ സാറ് പക്ഷേ നല്ല പറയാം. ഞാൻ രണ്ട് കിട്ടും. സെന്ററിലെണ്ണ കിട്ടി. ഇപ്പൊ വ്ളോഗ് എടുത്തത് നന്നായില്ലേ? ഇതെന്താ ഇതൊന്നും അയക്കണ? ഇത് കിട്ടിയില്ല നമുക്ക്. ഇതാ കിട്ടിയില്ലേ? ഏതാ വേണ്ടതെന്ന്? വലുത് ബോളാ അത്. അത് കിട്ടില്ലല്ലോ. പെൻഗ്വിൻ അപ്പുറത്തെ. ഏതാ വേണ്ടത്? 300 പോയാലും 400 റുപ്യന്റെ സാധനം കിട്ടിയല്ലോ അല്ലേ? ഫൈനലി നമ്മൾ നിതീഷിന്റെ കൂടെ, അതായത് നമ്മൾ ഫുള്ള് റൈഡിൽ കയറി. എല്ലാത്തിലും ഏകദേശം എല്ലാത്തിലും കയറി. വാട്ടർ റൈഡാണ് ഈ ചെക്കന് കുറച്ച് പേടിയുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അത്യാവശ്യം വാട്ടർ റൈഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് നോർമലി 6 റൈഡിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം. വണ്ടർലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡുണ്ട്. എന്താ മന്തിയല്ലേ? എന്ത് വാങ്ങുന്നില്ല. ഉച്ചയ്ക്ക് ഫുഡ് വീഡിയോ അതോടെ എന്ത് വാങ്ങിയില്ല. അപ്പം പിന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാം അങ്ങനെ പറയാനായിട്ടില്ല. സംഭവം വന്നിട്ട് വണ്ടർലൈനിൽ നമ്മൾ ഇറങ്ങാൻ പോവാം. ഓക്കെ, നിതീഷിന് എന്താ പറയാനുള്ളത്? റൈഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? റൈഡൊക്കെ അത്യാവശ്യം സൂപ്പറായിരുന്നു. കുറേ പേടി ഉണ്ടായിരുന്നു ചെക്കന്. വേറെ റൈഡിന് ഒരു പേടിയില്ല, പക്ഷെ വാട്ടർ റൈഡിന് പേടി. മറ്റേ മൂന്ന് കൂടും. വാട്ടർ റൈഡിന് നല്ല പേടിയുണ്ടായിരുന്നു. അതായത് പൈസ കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിനെ വാങ്ങിക്കണ ആ അവസ്ഥയാണ്. വണ്ടർലയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓൾ ടീംസ് ലാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വീഡിയോ നമ്മള് കഴിഞ്ഞ് ഇവിടെ നിന്ന് വണ്ടർലയിൽ നിന്ന് തിരക്കുകയാണതാ. വണ്ടർല ക്ലോസ് ചെയ്തു. നമ്മളിത് ഈ ബസ്സിൽ തന്നെ കയറുന്നു. ഇനി ഫുൾ അടിച്ചു പൊളിയായിരിക്കും എന്ന് വിചാരിക്കും, പക്ഷെ കിടന്നുറങ്ങല. കണ്ണീർ ആക്ടിങ് മതി അറിഞ്ഞെന്ന് മനസ്സിലായി. വാ, ഇതൊക്കെ കറക്റ്റാക്കിട്ട് വാ. എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ ആക്ട് ചെയ്തതാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. സംസാരങ്ങളാവും. സർപ്രൈസ് മനസ്സിലായിരുന്നോ ഇല്ലയോ? അത് പറയണം. ഇല്ല പറയാം. ആ, ഈ നിമിഷത്തില് ആളുടെ വയസ്സ് കിടന്ന് റിവീൽ ചെയ്യാൻ പോവാണ്. ഇതല്ലേ 43. പരിപാടി വളർന്നിട്ട് അവസാനിക്കുക. ഈ കേക്കോടെ, അതായത് ലിജേഷന്റെ ബർത്ത്ഡേയോടെ ഈ പരിപാടി വളർന്ന് അവസാനിപ്പിക്കുകയാണ്. വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഗൈസ്.